ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. പക്ഷേ എപ്പോഴും ഞാൻ തുടങ്ങി വയ്ക്കും, പക്ഷെ നിർത്തും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാരണങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് നോക്കാം എന്താവുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം ഏകദേശം 7:45 ഞാൻ എണീറ്റു. ഇനി എനിക്ക് ബ്രഷ് ചെയ്ത് ജിം ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആവണം. എനിക്ക് 8:30 ജിം ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഏട്ടന് നൈറ്റ് ഷിഫ്റ്റുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഏട്ടന് എത്തുമ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അവൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ജിം ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഏട്ടൻ എത്തിയിട്ടു. അപ്പോൾ ഏട്ടൻ വന്ന പക്ഷെ എന്താ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ആൾ നേരെ കുളിക്കാൻ പോയി. അപ്പോഴേക്കും ഞാൻ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. കാരണം ഞാൻ പോകാൻ പോവാണല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ റെഡിയായി ജിമ്മിൽ പോകാനായിട്ട്. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി. ഏട്ടൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു. ഒരാൾ ഇതാ ഇവിടെ ഭയങ്കര ഉറക്കമാണ്. ഉറങ്ങിക്കോട്ടെ പാവം. ഇനി എണീക്കുമ്പോൾ ഏട്ടനുണ്ടാവില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേഗം ജിമ്മിൽ പോയിട്ട് വരാം. അപ്പോൾ ഇതാ ഇങ്ങനൊരു ബാഗാണ് കേട്ടോ ഞാൻ ജിം ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി വെള്ളം വയ്ക്കണം, അതുപോലെ തന്നെ ഷൂസ് വയ്ക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. സമയം ലേറ്റായി. ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇവിടേക്ക്. ഒരു 5 മിനിറ്റ്സ് പോലും ഇല്ല. എന്താ സിഗ്നലിൽ എടുക്കുകയാണ്. സ്കൂൾ ടൈം ആയ കാരണം അത്യാവശ്യം തിരക്കുണ്ട് റോഡിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ജിമ്മ്, 902 അത്ലറ്റിക്സ്. അപ്പം എൻ്റെ സമയമായി ഏകദേശം കയറാനുള്ളത്. അപ്പം ഞാൻ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ജിമ്മിനകത്ത് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം പ്രൈവസി കൺസേൺ ഉള്ള കാരണം ഓൾറെഡി അവിടെ കുറേ ആൾക്കാരൊക്കെ ഓൾറെഡി അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് കാരണം വീഡിയോസൊന്നും കവർ ചെയ്തില്ല. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ കഴിഞ്ഞ് ഞാനിപ്പോൾ വീക്ക്ലി ആണ് കേട്ടോ പേഴ്സണൽ ട്രെയിനിങ് എടുത്തേക്കണേ. ബാക്കിയുള്ള ദിവസം ഞാൻ നടക്കാൻ പോകും. അങ്ങനെയൊക്കെയാണ്, എന്താവുമെന്നറിയില്ല. എന്തായാലും എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയി ഫ്രഷ് ആവണം. അവളപ്പോഴേക്കും എണീറ്റിട്ടുണ്ടാവും. ഇനി അവളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അത്രയാണ് ജിമ്മിലെ വിശേഷങ്ങൾ. ഇവിടെ നല്ല ട്രെയിനറാണ് കേട്ടോ. എനിക്ക് നെക്സ്റ്റ് ടൈം അവരെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല അടിപൊളിയാണ്. എൻ്റെ സെയിം ഏജാണ്. അപ്പോൾ ആൾ അടിപൊളിയായിട്ട് പറഞ്ഞുതരും. നല്ല ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും വീണ്ടും പോകാനും തോന്നും. ഇനി എനിക്ക് നെക്സ്റ്റ് മൺഡേ ആണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് കാണാം. അവിടെ എത്തുമ്പോൾ എന്താവും ഒരാൾ എണീറ്റിപ്പോൾ അവൾക്ക് രാവിലെ എന്നെ കാണുമ്പോൾ എന്താ പറയുക, എന്നെ കാണണം എന്നൊക്കെ ആയി. രാവിലെ എണീക്കുമ്പോൾ എന്നെ കാണണം എന്നൊക്കെ ഉണ്ട്. എന്താവും നോക്കാം. നൈസ് ഡേ. ഫസ്റ്റ് തിങ് കുളിക്കുക, ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതാണ് എൻ്റെ മെയിൻ നെക്സ്റ്റ് പരിപാടി. അപ്പം നമ്മൾ വീടെത്തി ഗായ്സ്. ഒരാളവിടെ എണീറ്റിരിക്കുന്നുണ്ടാവും. സെറ്റ്. അപ്പം നമ്മൾ വീടെത്തി. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. ബൈ. അപ്പം ഗൈസ്, ഒരാൾ കൂടി എണീറ്റ് വന്നായിരുന്നു. അപ്പം ഞാൻ അതേ അവളെയും കൂടി കുളിപ്പിച്ച് സെറ്റായി. അല്ലേ ഡുണ്ട? ഹായ് പറ. ഹായ്. ഓ ബേബി. ഡുണ്ടൻ ബേബിയാണ്. ഇനി നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളിതാ ഡുണ്ടത്തിനൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. ഇനി അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
അവൾക്ക് ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇടിയപ്പമാണ് കേട്ടോ കൊടുക്കുന്നത്. ഇടിയപ്പം അതുപോലെ തന്നെ ദോശ ഇതൊക്കെ ഞാനിപ്പോൾ അടുത്തായിട്ട് കൊടുത്തു തുടങ്ങി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. ഇടിയപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 3 എണ്ണമൊക്കെ കഴിക്കാറുണ്ട്. ചില സമയത്ത് നല്ല മടി കാണിക്കും. എന്നാലും ഒട്ടുമിക്ക ദിവസങ്ങളിലും അവൾ ഫുഡ് കഴിക്കാൻ അത്ര അലമ്പ് കാണിക്കാറില്ല. ഇങ്ങനത്തെ ചില കോപ്പറേറ്റീവുകളൊക്കെ ഇടയ്ക്ക് കാണിക്കാറുണ്ട് കേട്ടോ ആൾ. എന്നാലും കഴിച്ചോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഓൾറെഡി കഴിച്ച കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നു. കുട്ടായി അവിടെ കഴിച്ച് തീർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനായിട്ട് എന്തൊക്കെയോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇവിടെ അത്യാവശ്യം നിരപ്പായിട്ട് കിടന്നിരുന്നതാണ്. ഇവിടെ അത് ഇല്ലായിരുന്നു. അവിടെ ഉണ്ട്. നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ അച്ഛയും അവിടെ ആ പറമ്പിൽ ഗാർഡനിങ്ങിൻ്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന്. നമ്മളിത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഫ്രോസൺ ആയിട്ടുള്ള കൂർക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളത് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കൂർക്ക. ഇതിങ്ങനൊരു വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. അവളിതാ പതിവ് പോലെ ഓരോന്നൊക്കെ പെറുക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താണ് മെയിൻ ഇപ്പോൾ ആളുടെ പരിപാടി. അപ്പോൾ എൻ്റെ കൂർക്ക മെഴുക്ക് പുരട്ടി ഇത് അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് സമ്മറായി. അപ്പോൾ ഗായ്സ് നമ്മൾ കുക്കിങ്ങൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി ഡുണ്ടമ്മയ്ക്ക് മാമുണ്ണാൻ പോവാണ് അല്ലേ ഡുണ്ടം? അപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് കുറച്ച് നാളായിട്ട് ചോറൊക്കെ കൊടുത്തു തുടങ്ങിയിട്ട് ചെറുതായിട്ട് എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ. പിന്നെ മോരുകറി ഉണ്ടല്ലോ, മഞ്ഞക്കറി, അപ്പോൾ അത് അവൾക്ക് കൂട്ടി ചോറ് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ അവളുടെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. ഉറങ്ങാനും എന്താ പറയുക ഫുഡ് കഴിക്കാനും എല്ലാത്തിനും അവൾക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല തണലും നല്ല വൈബാണ്. ഇവിടെ കുറേ കിളികളെ കാണാം, അങ്ങനെയൊക്കെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിളികളെ കാണാം. അപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇവിടെയാണ് അവൾ ഉറങ്ങാനും സംഭവങ്ങൾക്കൊക്കെ. അപ്പം ഞങ്ങൾ മാമണ്ണം തിന്നാൻ പോവാം അല്ലേ ഏട്ടുണ്ടാവും? ഏട്ടൻ ഉറങ്ങും കേട്ടോ ഇപ്പോഴും. ഇപ്പോഴല്ല, ഞാൻ നേരത്തെ എണീറ്റില്ലേ, മീൻസ് അല്ല ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ ഞാൻ ഫുഡ് കഴിക്കണവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ കിടന്നു. വാ ഇഷ്ടപ്പെട്ട് ഹായ് പറഞ്ഞേ. ഹായ്. ഭയങ്കര നടത്തവും കളിയൊക്കെ ആള്. തോറ്റു, ശല്യമായി ഡുണ്ടത്തിനെ കൊണ്ട്. ഇന്നിനി ഇവളുടെ സ്വിമ്മിങ് ക്ലാസ് ഉണ്ട് 4 മണിക്ക്. അപ്പോൾ അതിന് കൊണ്ടുപോകണം. ഏട്ടന് വരാൻ പറ്റില്ല. ഏട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ട് വീണ്ടും കിടക്കും. ഇന്നും ഷിഫ്റ്റ് ഉണ്ട് നൈറ്റ്. അപ്പോൾ ഏട്ടൻ വരില്ല. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഇനി സ്വിമ്മിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ ഞങ്ങൾക്ക് നടക്കാൻ ഇറങ്ങണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടീസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇടയിൽ നമുക്ക് ഫോൺ കോൾ വന്നായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇനി നമ്മൾ ഡുണ്ടത്തിനെ പോയിട്ട് ഉറക്കാൻ പോവാം. ഇനി അവൾക്ക് സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് അവൾക്കൊരു ഉറക്കം. അതാണ് ഈ നെക്സ്റ്റ് പരിപാടി. ഉച്ചയ്ക്ക് ഒരു 1:45 ആയപ്പോൾ ചേച്ചി വന്നു കേട്ടോ. അയാൻകുട്ടനെ വിളിക്കാനായിട്ട് 2:30 പോകേണ്ടത് ചേച്ചിക്ക്. സ്കൂള് നമ്മുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അയാൻകുട്ടനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. കൂട്ടത്തിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഇവളെ കളിപ്പിക്കാനെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് സമയമായപ്പോൾ ചേച്ചി അവനെ വിളിക്കാനായിട്ട് ഇറങ്ങി. ചേച്ചിയുടെ വീടും നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ചേച്ചി അങ്ങനെ പോയി. നമ്മൾ ചേച്ചിനെ യാത്രയാക്കിയിട്ട് അകത്തേക്ക് കയറി. അവൾ പിന്നെ അമ്മയുടെ അടുത്ത് പോയിരുന്ന് കളിക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കൂർക്ക. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആക്രാന്തായിരുന്നു. ഏട്ടനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇതാ ഫുഡ് കഴിച്ചു. ഏട്ടനെ എണീറ്റിട്ടില്ല. അതുവരെ ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കൂർക്കൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കായിരുന്നു.
അപ്പോൾ ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മളിവിടെ ഉറക്കാൻ പോവാം. കുറേ നേരമായി ഉറക്കാൻ നോക്കിയിട്ട്, പക്ഷെ നമ്മൾ അലമ്പായിരുന്നു. ഇനി ഉറക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്വിമ്മിങ്ങിന് പോകണം. ബൈ. അതെ, അവളെ ഉറക്കി കെടുത്തിയേക്കാണ്. ഇനി എനിക്ക് സ്വിമ്മിങ്ങിന് പോകാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, പാക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ പോകുന്നു. ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ടാ. ബാഗും സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു. എക്സ്ട്രാ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ടവൽസൊക്കെ വെക്കണം, അതൊക്കെ വെച്ചു. അവൾ നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് ഞാൻ അവളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിക്കുക ചെയ്തു. സ്വിമ്മിങ്ങിന് പോവാണ്. അപ്പം ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയിട്ട് വരാം. അവൾ ഓൾറെഡി ഏട്ടൻ കാർ സീറ്റിലിരുത്തിട്ടോ. വെയിലാണ് ഗായ്സ്, ഭയങ്കര ചൂട്. നമ്മളിത് ആ സിഗ്നലിൽ എടുക്കുകയാണ്. അവൾ അതിനകത്തുണ്ട്. നമ്മളെത്തിയിട്ട് പോകാം. സമയ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഭയങ്കര ചൂട്, കട്ട ചൂടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം അകത്തേക്ക് കയറാൻ പോവാണ്. 4 മണിക്കാണ് അവളുടെ സെഷൻ. 4 to 4:30 ആണ്. അപ്പം ഇപ്പം ഏകദേശം 3:50 ആവുന്നുള്ളൂ. ഇനി അവളെ എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ടൈമാവും. നമ്മൾ ഓൾറെഡി സ്വിമ്മിങ് കോസ്റ്റ്യൂമിലായ കാരണം നമുക്ക് ഡ്രസ് ചേഞ്ചിങ് ഒന്നുമില്ല. അവിടെ ഓൾറെഡി ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. പിന്നെ സ്വിമ്മിങ് പൂളിനകത്തേക്ക് നമുക്ക് ഫോൺ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്താ അവൾ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവളെ എടുക്കട്ടെ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തു. ഇനി അകത്തേക്ക് പോവാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവാ അല്ലേ ഇടുണ്ടോ? ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ് പറ. ഹായ്. ഞങ്ങളിത് ക്യാപ്പൊക്കെ വെച്ച് സെറ്റാണ് അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ LC. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. വൈസ് ഹോക്കി, അങ്ങനെ കുറേ പിള്ളേരുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ, നമുക്ക് ഓൾറെഡി ഇവിടെ മെമ്പർഷിപ്പുള്ള കാരണം നമ്മൾ മെമ്പർഷിപ്പ് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് പൂളിൻ്റെ സൈഡിലേക്ക് പോകും. അവിടെ ചേഞ്ചിങ് റൂം ഉണ്ട്. അവിടെ കൊണ്ട് ബാഗ് ലോക്കറിൽ വയ്ക്കും. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ എനിക്ക് അതിനകത്തേക്ക് പിന്നെ ലോക്കറിൻ്റെ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. അകത്തേക്ക് കയറിയപ്പോഴാണ് സമാധാനം. റൈറ്റ് സൈഡിൽ ഉണ്ട് അക്വാറ്റിക്സിന്, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അതാ നമ്മൾ അകത്തേക്ക് കയറി. ഇനി ചേഞ്ചിങ് റൂമിലേക്ക് പോയി ലോക്കറിൽ സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റാക്കട്ടെ. ഒത്തിരിയാണ് കേട്ടോ. നമ്മൾ ലോക്കറിൽ സംഭവങ്ങളൊക്കെ വെച്ച് അകത്തേക്ക് പോകാൻ പോകട്ടോ. ഇനി ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഒരാൾ സ്വിമ്മിങ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടാവും? ഇഷ്ടപ്പെട്ട? അപ്പം ഞങ്ങൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതാ ഒരാളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, സെറ്റായി. പോവാം നമുക്ക്. അപ്പം ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. ഇനി നേരെ വീട്ടിൽ പോവാം. ഏട്ടന് ഇന്ന് ഷിഫ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഏട്ടന് പോവാറാവും. ഞങ്ങൾ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും. ആക്ച്വലി നൈസായിരുന്നു കേട്ടോ സ്വിമ്മിങ്. കാരണം ഇന്നാണ് ഇവൾ ചെറുതായിട്ടൊന്ന് സ്വിം ചെയ്യാൻ തുടങ്ങിയത്. ഫ്ലോട്ടിങ് ടോയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവൾ ചെറുതായിട്ട് സ്വിം ചെയ്ത് തുടങ്ങി. ദാറ്റ്സ് ഗുഡ്. അപ്പം ഞാൻ അവളെ കാർ സീറ്റിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. ബായ് പറഞ്ഞേ. ബായ് പറ. മൂടില്ല. നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവാണ്. നല്ല ചൂടാണ്, പറയാൻ വയ്യ, അത്രയും ചൂട്, അടിപൊളി ചൂടാണ്. അപ്പോൾ വേഗം വീട്ടിലേക്ക് വിടട്ടെ. പോവാം നമുക്ക്. പോവാം. എല്ലാം ഇവിടെ അടുത്ത് തന്നെയായ കാരണം നമുക്ക് നല്ല സൗകര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൗണിൻ്റെ ഉള്ളിലായ കാരണം സ്കൂള്, ഹോസ്പിറ്റല്, അങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് ആക്സസ് ഉണ്ട്. അത് കാരണം അതൊരു നല്ല കാര്യം. ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ പോലും പോവാൻ പറ്റും. എന്താണ്? Are you okay? Okay ആണോ? Okay.
ഡാഡ എവിടെ പോയി? എവിടെ പോയി? ഈ സിഗ്നൽ എപ്പോഴും അത്യാവശ്യം തിരക്കാണ് നമുക്ക്. ഇപ്പൊ നമുക്ക് ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാം. എത്തും നമ്മള്. അപ്പൊ ഗൈസ് നമ്മൾ വീടെത്തി. ഇനി നമ്മള് അടുത്ത പരിപാടിയിലേക്ക് നോക്കട്ടെ. ഏട്ടൻ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായയും ബിസ്ക്കറ്റും ആണ് ഏട്ടൻ കഴിക്കാൻ പോകുന്നത്. ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് കുട്ടി ബിസ്ക്കറ്റ്. അപ്പോൾ അത് രണ്ടും എടുത്ത് ഞാൻ താഴെ പുറത്ത് ഡെക്കിൽ ഊഞ്ഞാലിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ട് ഡെക്കിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട്. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ വൈകിട്ടൊക്കെ വന്നിരിക്കാനും. അതുപോലെ തന്നെ നല്ല ഉച്ചയായാലും നമുക്ക് എന്താ പറയുക, ഇവിടെ തണലുള്ള കാരണം അത്ര വെയിലടിക്കില്ല. അപ്പം ഞാൻ ചായയും ബിസ്ക്കറ്റും അവളുടെ ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ എടുത്തിട്ട്. അപ്പം ഞാൻ ചുമ്മാ ആയിട്ടുണ്ട്. ഞാനങ്ങനെ പുതിയ ചായ കുടിക്കാറില്ല, ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുടിച്ചെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുകയായിരുന്നു, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കൊച്ചു വ്ളോഗറായി മാറിയിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്. ചൂട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ വിൻ്റർ ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഇതായിരുന്നു കേട്ടോ, ഈ ബാക്ക് യാർഡിൽ ഇവിടെ വന്നിരിപ്പ്. നമ്മൾ പണ്ടൊക്കെ ഇവിടെ വന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഹായ് ഹായ് പറയ്. ഹായ്. അടിപൊളി ഉടുപ്പാണല്ലോ അവിടെ ഇട്ടേക്കണത്. നല്ല രസമുണ്ട്. ഞാനൊരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ടൈം ഇതാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കില്ലേ, ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് യാർഡ്. വിൻ്ററിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല ഷോക്കാണ്, പക്ഷേ സ്പ്രിങ് സമ്മറിലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഈ താഴത്തെ തട്ടും നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. ഇവിടെ കുറേ കാട്ടുചെടി ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ നല്ല രസം, ഇത് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ഇവിടേക്ക് നമുക്ക് ഇറങ്ങാനായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതാ അവിടെ അച്ഛനും മോളും കൂടിയിട്ട് എന്താണ്ടൊക്കെ കളിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ബാക്ക് യാർഡിൽ വന്നിരിക്കാൻ നല്ല സുഖമാണ്. അതിൽ മെയിനായിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കിളികളൊക്കെ വരും. ഈ വട്ടം വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി പക്ഷേ അവർക്ക് വേണ്ട ഫുഡും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി അവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂടുകൾ. അപ്പോൾ അതിനകത്ത് ഒരു കൂട്ടിൽ ഓൾറെഡി കിളി ഒക്യുപ്പൈഡാണ്. പിന്നെ ഇതാ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചുമ്മാ കുറച്ച് നേരം ഇവിടെ ഊഞ്ഞാലാടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ നനയ്ക്കാൻ പോവാണ്. ഞാൻ ദേ ഇവിടെ കമ്പനി കൊടുക്കാണ്. നമ്മൾ പുതിയൊരു നട്ടതാ. ഇനി ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് കുറേ അല്ലേ? ഇനി കുറേ സെറ്റ് ചെയ്യാനില്ലേ? ഇതേ നമ്മുടെ അവിടെ വിരിഞ്ഞൊരു പൂവാണ് ഇട്ടത്. ഈ വർഷം നട്ടത്. നല്ല രസമുണ്ട് കാണാനായിട്ട് വിരിഞ്ഞിട്ട്. കുറേ ഇനിയും ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. കൊള്ളാം. പുല്ലിടാനുണ്ട്, കുറേ പണികളുണ്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ബേർഡ് ബാത്താണ് കേട്ടോ. ചേട്ടോടെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി റെഡ് മൾച്ചിൽ വെച്ച എല്ലാതും നമ്മൾ പുതിയതായിട്ട് വെച്ച ചെടികളാണ് ഇതൊക്കെ. അപ്പുറത്തെ സൈഡിലുള്ളതെല്ലാം ഓൾറെഡി നമ്മൾ മുന്നിൽ വെച്ചിട്ടുള്ളതാണ്.
കഴിഞ്ഞ സമ്മറിൽ. എന്തായിട്ടാ പറഞ്ഞേ? അതിലും കുറച്ച് ചെടികളുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നട്ടേക്കണതാണ് കേട്ടോ. ഇത് ഈ വർഷം നട്ടേക്കണതാണ്. എനിക്ക് ഈ ഒരു സെക്ഷനിൽ കൂടി കുറച്ച് നമ്മൾ ചെടി നട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നനയ്ക്കാനുണ്ട്. അപ്പോൾ ദാ ഏട്ടൻ ഷിഫ്റ്റിന് പോകാറായിട്ടാ. ഇവന്തേ വെറുതെ വന്നിരിക്കണം, ജോലിക്കും കൂലിക്കും പോകണ്ട്. പൈസ എല്ലാം വേണമെങ്കിൽ പറയണോ? അപ്പോൾ അവനും ഏട്ടനും എന്നെ കളിയാക്കിയിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞവരെന്നെ കളിയാക്കാറ്. ഉമ്മ കൊടുക്കും, ഉമ്മ കൊടുക്ക അച്ചിക്ക്. ബൈ ബൈ. പൊക്കോട്ടാ, നാളെ വന്നാ മതി. നാളെ വന്നാ മതി കേട്ടോ. ബൈ. അമ്മ ചാച്ച പോന്നു. വാടുണ്ടാ പോട്ടെ കേട്ടാ. എല്ലാവരും എന്നോടുള്ള സ്നേഹം. ചാച്ചാ പിന്നെ പറ്റിച്ചേ. ബൈ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അവൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇതേ ഞാൻ ഓട്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവൾ ഒരു ഈവനിങ് സമയമൊക്കെ ആകുമ്പോൾ ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടായിനെ സ്നേഹനും ഡ്രോപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ അവർക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നേരെ ഗ്രോസറി വാങ്ങാൻ പോവാണ് കേട്ടോ. അവനെ അവിടെ ആക്കിയേക്കാം. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് സെറ്റാക്കി അവിടെ ഇരുത്തിയേക്കാം. പിന്നെ നമ്മൾ ഗ്രോസറി വാങ്ങിയിട്ട് വരാം. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 7:45 കേട്ടോ. പക്ഷെ അവിടുത്തെ വെളിച്ചം കണ്ടോ? ഇതാണ് സമ്മറിൽ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് തിങ്. അതായത് ഒരു 9 മണി വരെയൊക്കെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വെളിച്ചം ഉണ്ടാവും കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെളിച്ചം 9 മണിക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ ഞാൻ എന്താ വാൾമാർട്ടിലേക്കാണ് കേട്ടോ ആദ്യം വന്നത്. കുറച്ച് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ടാണ് വന്നത്. കുറേ കാര്യമായിട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ വിചാരിച്ച 1-2 സാധനങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു സൂപ്പർ സ്റ്റോറിലേക്ക് പോകാമെന്ന്. മെയിൻലി നമ്മൾ ഇവിടുന്ന് ഗ്രോസറി വാങ്ങുന്നത് വാൾമാർട്ടിൽ നിന്നും അറ്റ്ലാന്റിക് സൂപ്പർ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. രണ്ടും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ വേറെയിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പച്ചക്കായ കണ്ടപ്പോൾ പച്ചക്കായും എടുത്തു. അതും എപ്പോഴൊന്നും വരാറില്ല കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിതാ കിട്ടിയ സംഭവങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ അത് കഴിഞ്ഞ് നമുക്ക് സൂപ്പർ സ്റ്റോറിൽ പോയിട്ട് ബാക്കി സാധനം കൂടി വാങ്ങാനാണ് നമ്മുടെ പ്ലാൻ. പുറത്ത് വെളിച്ചം കണ്ടില്ലേ ഗൈസ്? ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ രാത്രിയാണെന്ന്? ഏകദേശം നമ്മുടെ നാട്ടിലൊരു സന്ധ്യാസമയം പോലെ ഉണ്ടല്ലേ. പക്ഷെ സമയം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇനി സൂപ്പർ സ്റ്റോറിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിക് സൂപ്പർ സ്റ്റോറിലെത്തി. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഗ്രോസറി ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തിയുള്ളൂ. ഇവിടെ സമയം ഏകദേശം 8:45 അപ്പോൾ അവളിതേ ഉറങ്ങി. ഇനി ഞാൻ ഫുഡ് കഴിച്ച് അവൾക്കും എന്തെങ്കിലും ചിലപ്പോൾ കൊടുക്കും, ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങും. ഏട്ടനില്ലാത്ത ദിവസം നമ്മൾ നേരത്തെ കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അത്രയാണ്. ഇനി ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ടൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.